ദീപ്തി മേരി വർഗീസ് കോൺഗ്രസ് നേതാവ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീമതി ദീപ്തി മേരി വർഗീസ് ആശുപത്രിയിലുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. എന്താണ് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിഞ്ഞത്? ഇതിപ്പോ ICU വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ലങ്സിന് ചെറിയ ഒരു മുട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള ചെക്കപ്പുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം ഡോക്ടേഴ്സ് ഇപ്പൊ മെഡിക്കൽ കോളേജിൽ തന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ കൊടുത്തിരുന്നു മെഡിക്കൽ കോളേജിൽ. അപ്പോൾ ആശങ്കപ്പെടേണ്ടതായിട്ടൊന്നുമില്ല എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ, ഡോക്ടർമാർ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടിരുന്നു. എമർജൻസി സർജറി ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ വെന്റിലേറ്ററിലാണ്, സമയമെടുത്ത് മാത്രം ഭേദമാകുന്ന പരിക്കുകളാണ്, ഒബ്സർവേഷനിലാണ് എന്ന് പറഞ്ഞു. അപ്പോഴും സ്റ്റേബിൾ അല്ല കണ്ടീഷൻ എന്ന് കൂടി ഡോക്ടർമാർ പറയുന്നുണ്ട്. മറ്റാരൊക്കെ ഇപ്പോൾ ആശുപത്രിയിലുണ്ട് താങ്കൾക്കൊപ്പം? ഇവിടെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കന്മാരുമുണ്ട്. മക്കളെത്തിയോ? ഹൈബീഡനുണ്ട്, മക്കളുണ്ട്. മക്കൾ നേരത്തെ തന്നെ വന്നിരുന്നു. ബാക്കിയുള്ള മുഴുവൻ ആളുകളും എല്ലാവരും ഇവിടെ തന്നെ കൂടെയുണ്ട്. നമുക്ക് അങ്ങനെ ആശങ്കപ്പെടേണ്ടതായിട്ടൊന്നുമില്ല. പക്ഷെ കുറച്ച് ഗൗരവമായിട്ടുള്ള പരിക്കുകളുണ്ട്. അതിനുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. സർജറി വേണോ എന്നുള്ളത് ഇപ്പോ പറയാറായിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ബോധാവസ്ഥയിലാണോ MLA ഇപ്പോൾ? ഇപ്പോ ICUലാണ്, ICU വെന്റിലേറ്ററിലാണ് ഉള്ളത്. ഇപ്പൊ അത് പറയാൻ നമുക്ക് നിർവാഹമില്ല. ICU വെന്റിലേറ്ററിലാണ് നിലവിലുള്ളത്. ബ്രെയിൻ ഇഞ്ചുറി ഉണ്ട്, ലങ്സിന് ഇഞ്ചുറി ഉണ്ട് എന്ന് പറയുന്നു. കൃത്യമായ ഒരു വിവരം ഡോക്ടർമാർ നൽകിയിട്ടുണ്ടോ? മെഡിക്കൽ ബുള്ളറ്റിനിൽ പറഞ്ഞതിലപ്പുറമായി ഒന്നും നമുക്കിപ്പോ അതിനെക്കുറിച്ച് പറയാൻ നിവൃത്തിയില്ല. മെഡിക്കൽ ബുള്ളറ്റിൻ അവർ പറഞ്ഞിരിക്കുന്ന അത്രയും തന്നെ നമുക്കും അറിവുള്ളൂ. ഇപ്പോ നിലവിൽ ICU വെന്റിലേറ്ററിലുണ്ട്. ആശുപത്രിയിൽ തന്നെ ആ ആശുപത്രി വളരെ പെട്ടെന്ന് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അവിടെ തന്നെ തുടരാനാണോ സാധ്യത? നിലവിൽ ഇവിടെ തന്നെയാണ്. മറ്റൊരു കാര്യത്തിലേക്ക് നിലവിൽ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് ആലോചിക്കുന്നതായിരിക്കും ആവശ്യമുണ്ടെങ്കിൽ. ശരി. ഈ ദീപ്തി, ഒരു കാര്യം കൂടി, ഈ അപകടം ഉണ്ടായതിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞോ? വലിയ അനാസ്ഥയാണോ സംഭവിച്ചിട്ടുള്ളത്? അതായത് സാധാരണയുള്ള ബാരിക്കേഡ് അല്ല. അത് നമ്മുടെ സാധാരണ എയർപോർട്ടിലൊക്കെ കാണുന്ന തരത്തിലുള്ള ബാരിക്കേഡാണ്. അപ്പൊ അതിൽ നമുക്ക് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് ചെയ്ത് നിൽക്കാൻ കഴിയില്ല. അങ്ങനെയാണ് താഴേക്ക് വീഴുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. സാധാരണ ഉണ്ടാക്കുന്ന പോലുള്ള ഒരു സ്ട്രോങ് ബാരിക്കേഡും ഒന്നും ആയിരുന്നില്ല. അതുപോലെ തന്നെ സ്റ്റേജും താൽക്കാലിക സ്റ്റേജ് ആയിരുന്നു. ശരി, വളരെ നന്ദി ഞങ്ങളോട് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ദീപ്തി മേരി വർഗീസ് ആണ് സംസാരിച്ചത്. എന്തായാലും ഇപ്പോൾ സർജറി ആവശ്യമില്ല. MLAയുടെ അവസ്ഥ അതീവ ഗുരുതരം എന്നാണ് ആദ്യം വാർത്തകൾ വന്നത്. എങ്കിൽ പോലും ഇപ്പോൾ വരുന്ന മെഡിക്കൽ ബുള്ളറ്റിൻ അനുസരിച്ച്, ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് അബോധാവസ്ഥയിൽ തുടരുന്നു. ഓപ്പറേഷൻ ആവശ്യമില്ല. പക്ഷേ ബ്രെയിൻ ഇഞ്ചുറി ഉണ്ട്, ലങ്സിന് ഇഞ്ചുറി ഉണ്ട്, സ്പൈനിനും ചെറിയ ഇഞ്ചുറി ഉണ്ട്. അതിലൊക്കെ വേണ്ടുന്ന തുടർ ചികിത്സ എന്താണ് എന്നത് ആലോചിക്കുകയാണ്. വളരെ പെട്ടെന്നൊരു റിക്കവറി സാധ്യമാകുന്നതല്ല ഈ പരിക്കുകളെന്ന് ഡോക്ടർമാർ പറയുന്നു.